ചമ്പ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഋഷികേശിൽ നിന്ന് ചമ്പയിലേക്കുള്ള ദൂരം ഏകദേശം 58.6 കിലോമീറ്ററാണ്. ഈ യാത്രയ്ക്ക് ഏകദേശം 1 മണിക്കൂർ 28 മിനിറ്റ് എടുക്കും. 34 വഴിയുള്ള പാതയാണ് ഗൂഗിൾ മാപ്സ് ശുപാർശ ചെയ്യുന്നത്. ഈ പാതയിൽ സാധാരണ നിലയിൽ നേരിയ ഗതാഗതക്കുരുക്ക് മാത്രമാണ് ഉള്ളത്. യാത്രയ്ക്കിടെ പ്രകൃതി ഭംഗിയുള്ള നിരവധി കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും. സുർക്കണ്ട ദേവി ക്ഷേത്രം, ത്രിവേണിഘട്ട്, രാംപൂല ബീറ്റിൽസ് ആശ്രമം, കുഞ്ചപുരി ദേവി ക്ഷേത്രം, നീലകണ്ഠ് മഹാദേവ് ക്ഷേത്രം, ചമേര ഡാം, മണിമഹേഷ് തടാകം തുടങ്ങിയ സ്ഥലങ്ങൾ വഴിയിൽ കാണാൻ സാധിക്കുന്ന ചില കാഴ്ചകളാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ധാരാളം മരങ്ങളും പച്ചപ്പും കാണാൻ സാധിക്കും. വഴിയിലുടനീളം വാനരസമൂഹങ്ങളും കാണാൻ സാധിക്കും. ചമ്പ തുരങ്കത്തിൽ നിന്ന് ഋഷികേശിലേക്കുള്ള യാത്ര വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒന്നായിരിക്കും. ഗൂഗിൾ മാപ്സ് പ്രകാരം ഈ യാത്രയ്ക്ക് ഏകദേശം 1 മണിക്കൂർ 57 മിനിറ്റ് എടുക്കും. യാത്രയുടെ തുടക്കം ചമ്പ ടണലിന്റെ മനോഹരമായ കാഴ്ചകളോടുകൂടിയാണ്. ഈ ടണൽ യാത്രയുടെ ദൈർഘ്യം കുറയ്ക്കാനും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും സഹായിക്കുന്നു. ടണലിലൂടെ കടന്നു പോകുമ്പോൾ ആധുനിക എഞ്ചിനീയറിംഗിന്റെ വിസ്മയവും പ്രകൃതിയുടെ ഭംഗിയും ഒരുമിച്ചു കാണാം. ടണലിൽ നിന്ന് പുറത്ത് കടന്നാൽ ഋഷികേശിലേക്കുള്ള വഴിയിൽ പലയിടത്തും ഹിമാലയൻ മലനിരകളുടെയും ഹരിതഭംഗിയുടെയും ഗ്രാമീണ ജീവിതത്തിന്റെയും മനോഹരമായ കാഴ്ചകൾ കാണാം. വഴിയിൽ പല ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങളും കടന്നുപോകുന്നു. ഇവിടങ്ങളിൽ പ്രാദേശിക ജീവിതരീതികളും സംസ്കാരവും അടുത്തറിയാൻ സാധിക്കും. വഴിയിൽ കാണുന്ന ചില പ്രധാന കാഴ്ചകൾ: ന്യൂ തെഹ്രി ദവ്ദേയെ ചമ്പയിൽ നിന്ന് 57 കിലോമീറ്റർ അകലെയാണ് ന്യൂ തെഹ്രി എന്ന ആധുനിക പട്ടണം. ഇവിടെ നിന്ന് കൂറ്റൻ തെഹ്രി തടാകത്തിന്റെയും ഡാമിന്റെയും കാഴ്ചകൾ അതിമനോഹരമാണ്. വ്യക്തമായ ദിവസങ്ങളിൽ ഹിമാലയൻ മലനിരകളും കാണാം. നരേന്ദ്രനഗർ ഋഷികേശിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് നരേന്ദ്രനഗർ. ഗംഗോത്രി യമുനോത്രി തീർത്ഥാടന പാതയിലാണ് ഈ സ്ഥലം. ഇവിടം ശാന്തമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. തേരി തടാകം ചമ്പയിൽ നിന്ന് 19 കിലോമീറ്റർ അകലെയാണ് തേരി തടാകം. ഭഗീരഥി നദിയിലെ വെള്ളം തെഹ്രി ഡാമിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ രൂപപ്പെട്ട കൃത്രിമ തടാകമാണിത്. ബോട്ടിംഗ്, മീൻപിടുത്തം തുടങ്ങിയ വിനോദങ്ങൾ ഇവിടെ ആസ്വദിക്കാം. ഋഷികേശിലേക്ക് അടുക്കുമ്പോൾ വഴിയോര കാഴ്ചകൾ കൂടുതൽ ആത്മീയവും ആകർഷകവുമാകും. A road trip from Chamba Tunnel to Rishikesh offers a scenic journey through the foothills of the Himalayas, with opportunities for both adventure and relaxation. The drive, approximately 3 to 4 hours, takes you through winding mountain roads, offering breathtaking views of the surrounding landscapes. Food options along the way include roadside dhabas serving North Indian cuisine, and Rishikesh itself provides a wide range of restaurants
from budget-friendly cafes to upscale dining. Accommodation options range from budget-friendly guest houses to luxurious hotels, catering to various preferences and budgets. The journey from Chamba Tunnel, likely referring to the Chamba Tunnel in Uttarakhand. Given the context of Rishikesh, to Rishikesh is primarily on well-maintained National Highway 94. The route is characterized by scenic beauty, expect stunning views of the Himalayan foothills, lush green valleys, and the flowing Bhagirathi River. The roads are winding and narrow in parts, especially as you approach Rishikesh, so caution is advised. You can make brief stops at viewpoints along the way to admire the scenery and take photos. Be prepared for some traffic, especially closer to Rishikesh, as it's a popular tourist destination. Food and refreshments, numerous dharbas, roadside eateries are available along the route, offering North Indian fare like parathas, dal, rice, and vegetables. ചമ്പ തുരങ്കത്തിൽ നിന്ന് ഋഷികേശിലേക്കുള്ള യാത്ര ഏകദേശം 3-4 മണിക്കൂർ എടുക്കും. ദൂരം ഏകദേശം 150-170 കിലോമീറ്റർ ആണ്. ഈ വഴിയിൽ മനോഹരമായ കാഴ്ചകളും ഗ്രാമങ്ങളും പുഴകളും കാണാം. യാത്രയിൽ വഴിയിൽ പല ചെറിയ ടൗണുകളും കടന്നുപോകും. യാത്രയ്ക്കിടയിൽ നിങ്ങൾക്ക് പലതരം ഭക്ഷണശാലകൾ കണ്ടെത്താം. ചെറിയ ടൗണുകളിൽ നിങ്ങൾക്ക് നാടൻ ഭക്ഷണങ്ങൾ ആസ്വദിക്കാവുന്നതാണ്. ചായ, പരിപ്പുവട, സമോസ്, കച്ചോരി തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് ഹോട്ടലുകളിൽ കയറി ഊണ്, പ്രഭാത ഭക്ഷണം, അത്താഴം എന്നിവ കഴിക്കാവുന്നതാണ്. താമസ സൗകര്യങ്ങൾ ഋഷികേശിൽ നിങ്ങൾക്ക് നിരവധി ഹോം സ്റ്റേകൾ കണ്ടെത്താം. ഇത് നിങ്ങൾക്ക് വീടിന്റെ സുഖവും നാടൻ ഭക്ഷണവും നൽകുന്നു. ഋഷികേശിൽ എല്ലാത്തരം സൗകര്യങ്ങളോട് കൂടിയ ഹോട്ടലുകളും ലഭ്യമാണ്. കുറഞ്ഞ ചിലവിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങളും ആഡംബരവും വേണമെങ്കിൽ റിസോർട്ടുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വാഹനത്തിന്റെ ബ്രേക്ക്, ടയറുകൾ തുടങ്ങിയവ പരിശോധിക്കുക. നിങ്ങളുടെ കൂടെ അത്യാവശ്യ മരുന്നുകളും ഫസ്റ്റ് എയ്ഡ് കിറ്റും കരുതുക. നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിൽ മൊബൈൽ നെറ്റ്വർക്ക് കുറവായിരിക്കും. അതിനാൽ ഓഫ്ലൈൻ മാപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക. യാത്രയിൽ ഇടയ്ക്കിടെ വിശ്രമിക്കുക. നിങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പോലീസിലോ മറ്റ് അധികാരികളിലോ ബന്ധപ്പെടുക. ഋഷികേശിനെയും ഉത്തരകാശിയെയും അല്ലെങ്കിൽ ഗംഗോത്രിയിലേക്കുള്ള റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബൈപാസ് ടണലാണ് ചമ്പ ടണൽ. ഋഷികേശ് തരാസു ദേശീയപാത 94 തിരക്കേറിയ ചമ്പ ടൗണിന് താഴെയായി 440 മീറ്റർ നീളമുള്ള ഈ ടണൽ സ്ഥിതി ചെയ്യുന്നു. ഇതൊരു തിരക്കേറിയ ടണലാണ്. കൂടാതെ ടണലിന് മുകളിലുള്ള റോഡ് ഗതാഗതക്കുരുക്കിൽ നിന്ന് ചമ്പ നഗരത്തിന് ആശ്വാസം നൽകുന്നു. നരേന്ദ്രനഗർ
ഋഷികേശിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെ ഹിമാലയൻ മലനിരകളിൽ 3500 മീറ്റർ ഉയരത്തിലാണ് നരേന്ദ്രനഗർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് മലകളുടെയും ഗംഗാ നദിയുടെയും മനോഹരമായ കാഴ്ചകൾ കാണാം. നരേന്ദ്രനഗറിന് ചുറ്റുമുള്ള ആൽപൈൻ വനങ്ങൾ ഇതിന്റെ പ്രകൃതി സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. പുതുജീവൻ നേടുന്നതിനും രോഗശാന്തിക്കുമായി അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇവിടം. ഈ പ്രദേശം പ്രശസ്തമായ സ്പാ, ആയുർവേദ കേന്ദ്രങ്ങൾക്ക് പേരുകേട്ടതാണ്. യാത്രക്കാർക്കും നവദമ്പതികൾക്കും സോളോ യാത്രക്കാർക്കും യാത്രാ വ്ലോഗർമാർക്കും ഇഷ്ടപ്പെട്ട സ്ഥലമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. നരേന്ദ്രനഗർ ചമ്പത്തുരങ്കത്തിനും ഋഷികേശിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ്. ഇത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. നരേന്ദ്രനഗർ ചമ്പയിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഋഷികേശിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെയും. ഈ പ്രദേശം അതിമനോഹരമായ പ്രകൃതിദൃശ്യങ്ങളാലും ശാന്തമായ ചുറ്റുപാടുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് സഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരിടമാണ്. നരേന്ദ്രനഗറിന്റെ പ്രധാന ആകർഷണങ്ങൾ ഇവയാണ്. നരേന്ദ്രലക്ഷ്മി പാലസ്. ഇതൊരു ചരിത്ര സ്മാരകമാണ്. മുൻപ് രാജകുടുംബാംഗങ്ങളുടെ വാസസ്ഥലമായിരുന്നു. ഇപ്പോൾ ഇത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലാണ്. ആനന്ദ സ്പാ റിസോർട്ട്. പ്രകൃതിരമണീയമായ ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആഡംബര റിസോർട്ടാണ് ഇത്. സഞ്ചാരികൾക്ക് വിശ്രമിക്കാനും പ്രകൃതി ആസ്വദിക്കാനും ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. കൗഡിയാല. ഋഷികേശിനടുത്തുള്ള ഗംഗാ നദിയിലെ ഒരു പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് കൗഡിയാല. ഇവിടെ സാഹസിക വിനോദങ്ങളായ റിവർ റാഫ്റ്റിംഗും ട്രെക്കിംഗും ആസ്വദിക്കാവുന്നതാണ്. ചമ്പയിൽ നിന്ന് നരേന്ദ്രനഗറിലേക്ക് റോഡ് മാർഗം എളുപ്പത്തിൽ എത്തിച്ചേരാം. ഋഷികേശിൽ നിന്നും ടാക്സി വഴിയോ ബസ്സിലോ നരേന്ദ്രനഗറിൽ എത്താം. തെഹ്രി. ഉത്തരാഖണ്ഡിലെ ഗർവാൾ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് തെഹ്രി. ഇത് തെഹ്രി ഗർവാൾ ജില്ലയുടെ ആസ്ഥാനമാണ്. ഇവിടെ മനോഹരമായ പർവ്വതങ്ങളും താഴ്വരകളും കാണാം. ഇത് ബുദ്ധ കേദാറിന് അടുത്താണ്. ഇവിടെ ശിവൻ സമർപ്പിക്കപ്പെട്ട ഒരു പുണ്യസ്ഥലമുണ്ട്. ഇവിടെ ഒരു ശിവലിംഗമുണ്ട്. ഇത് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗമായി കണക്കാക്കപ്പെടുന്നു. തെഹ്രി ഗർവാൾ ജില്ലയിലെ ഒരു മനോഹരമായ ചെറുപട്ടണമാണ് ചമ്പ. ഹിമാലയൻ മലനിരകളാലും പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളാലും ജലധാരകളാലും ഇവിടം പ്രശസ്തമാണ്. ഇവിടെ ചമ്പച്ചെരുപ്പുകൾ, കൈകൊണ്ട് നിർമ്മിച്ച മരത്തടികൾ കൊണ്ടുള്ള അലങ്കാര വസ്തുക്കൾ, ചിത്രങ്ങൾ തുടങ്ങിയവ വിൽക്കുന്ന മാർക്കറ്റുകൾ കാണാം. തെഹ്രി ഡാം ഇവിടെ നിന്ന് അധികം ദൂരെയല്ല. ഹിൽ സ്റ്റേഷനായ ധനോൾട്ടി ചമ്പയ്ക്ക് സമീപമാണ്. ചമ്പയിൽ നിന്ന് 65 കിലോമീറ്റർ അകലെയാണ് ഋഷികേശ്. തെഹ്രി ഡാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ്. തെഹ്രി ഡാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടുകളിലൊന്നാണിത്. ന്യൂ തെഹ്രി ഡാം എന്നും ഇതറിയപ്പെടുന്നു. ഭാഗീരഥി നദിയിലാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. തെഹ്രി ഡാമിന്റെ റിസർവോയർ അക്കാലത്തെ തെഹ്രി ജില്ലയുടെ ആസ്ഥാനത്തെ വെള്ളത്തിനടിയിലാക്കി. പിന്നീട് പുതിയ ആസ്ഥാനം ന്യൂ തെഹ്രിയിലേക്ക് മാറ്റി. തെഹ്രി തടാകം ഡാമിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ബോട്ടിംഗ്, വാട്ടർ സ്പോർട്സ് എന്നിവ. പുണ്യനദിയായ ഗംഗയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഋഷികേശ്. ധ്യാനത്തിനും യോഗയ്ക്കും വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണിത്. ലക്ഷ്മൺ പൂല, രാം പൂല തുടങ്ങിയ തൂക്കുപാലങ്ങളും ഇവിടെ കാണാം. ത്രിവേണി ഘാട്ടിലെ ഗംഗാ ആരതി പ്രശസ്തമാണ്. പരമാർത്ഥ നികേതൻ ആശ്രമം, ശിവാനന്ദ ആശ്രമം, സ്വർഗ് ആശ്രമം തുടങ്ങി നിരവധി ആശ്രമങ്ങൾ ഇവിടെയുണ്ട്. നീർഗഡ് വെള്ളച്ചാട്ടം, പാറ്റ്ന വെള്ളച്ചാട്ടം എന്നിവയും പ്രകൃതി സ്നേഹികൾക്ക് സന്ദർശിക്കാവുന്നതാണ്. രാജാജി ദേശീയോദ്യാനം സമീപത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ജംഗിൾ സഫാരി ആസ്വദിക്കാവുന്നതാണ്. ചമ്പ ടണൽ മുതൽ ഋഷികേശ് വരെയുള്ള യാത്രയിൽ ഗംഗാ നദിയുടെ മനോഹരമായ കാഴ്ചകളും വിവിധ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ കഴിയും. തെഹ്രി ഗർവാൾ മേഖല യോഗ, ആയുർവേദം എന്നിവയ്ക്കും പ്രസിദ്ധമാണ്.